നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ദില്ലിയിലെ ജന്തർ മന്ദറിൽ നടന്ന സമരം നമുക്കെല്ലാം ഓർമ്മയുണ്ട്. ആ സമരം അവസാനിച്ചുവെങ്കിലും സമരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അതിപ്പോഴും തുടരുകയാണ്. ദിവസങ്ങളോളം അവിടെ സമരം നടന്നു. അവിടെ അഭിജിത്ത് ദീപ്കയുടെ നേതൃത്വത്തിലാണ് ജന്തർ മന്ദറിൽ ധാരാളം വിദ്യാർത്ഥികൾ പങ്കെടുത്ത സമരം നടന്നു വന്നിരുന്നത്. സോനം വാങ്ചുക് അവിടെ നിരാഹാരം അനുഷ്ഠിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. ദില്ലി ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് ദില്ലി പോലീസ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. അതിനെ തുടർന്നാണ് സമരം ശക്തിപ്പെട്ടത്. അതുവരെ ദുർബലമായ പങ്കാളിത്തം മാത്രമായിരുന്നു CJPയുടെ സമരത്തിനുണ്ടായിരുന്നത്. എന്നാൽ വാങ്ചുക്കിനെ അവിടെ നിന്ന് മാറ്റിയതോടുകൂടി സമരം ശക്തിപ്പെട്ടു. പിന്നീട് പാർലമെൻറ്റ് മാർച്ച് നടക്കുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ പാർലമെൻറ്റ് മാർച്ച് അനുമതിയില്ലാത്ത മാർച്ചായിരുന്നു. അക്രമാസക്തമാകുന്നു മാർച്ച്. വലിയ രീതിയിലുള്ള ലഹള ഉണ്ടാകാനുള്ള ശ്രമം നടന്നു. പക്ഷേ പോലീസ് അതിനെ അടിച്ചമർത്തി. എന്തായാലും പോലീസും വിദ്യാർത്ഥികളും തമ്മിൽ ഒരു സംഘർഷമൊക്കെ ഉണ്ടായി. അതിൽ ഇരുഭാഗത്തിനും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. പൊതുമുതൽ വ്യാപകമായി നശിപ്പിക്കപ്പെട്ടു. അതീവ സുരക്ഷാ മേഖലയിലാണ് ഇത്തരം അക്രമം അരങ്ങേറിയത് എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ഈ CJPയുടെ സമരത്തിനൊടുവിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. അതായത് അവർക്ക് 3 ആവശ്യങ്ങളാണ് ഉണ്ടായത്. 3 ആവശ്യങ്ങളും കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു. അതിനുശേഷം അതിലെ ആ ആവശ്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് പാർലമെൻറ്റ് മാർച്ചിൽ നടന്ന അക്രമം, ആ അക്രമത്തിൻ്റെ പേരിൽ എടുത്ത കേസുകൾ പിൻവലിക്കണം എന്നുള്ളതായിരുന്നു. കേസുകൾ പിൻവലിക്കുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ സുപ്രീം കോടതിയുടെ ഒരു ഇടപെടൽ അതിനകത്തുണ്ടായി. വിദ്യാർത്ഥികളെ മോചിപ്പിക്കണം. അതായത് ഈ അകത്ത് കിടക്കുന്ന 18 വയസ്സിൽ താഴെയുള്ളവരെല്ലാവരെയും മോചിപ്പിക്കണം. ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്തവരെ എന്തായാലും ജാമ്യം കൊടുത്ത് പറഞ്ഞയക്കണം. അവർക്കെതിരെ അന്വേഷണമുണ്ടെങ്കിൽ അത് തുടരാം എന്നാണ് സുപ്രീം കോടതി ഉത്തരവിട്ടത്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ ഉത്തരവ് കേന്ദ്ര സർക്കാരിന് ഒരു ബലമാവുകയായിരുന്നു. ക്രിമിനൽ കേസിൽ ഉള്ളവരെ അല്ലെങ്കിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ധാരാളം പേർ അതിൽ അക്രമ സംഭവങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അവരെ ഒരു കാരണവശാലും പുറത്തു വിടില്ല എന്ന് ദില്ലി സർക്കാർ ഇപ്പോൾ അറിയിക്കുകയാണ്. നിരപരാധികൾക്കെതിരെ യാതൊരു നടപടിയും ഉണ്ടാവില്ല. പക്ഷേ അക്രമം, പൊതുമുതൽ നശിപ്പിക്കൽ എന്നിവ നടത്തിയവർക്കെതിരെ തീർച്ചയായും നടപടി ഉണ്ടാകുമെന്ന് ദില്ലി ആഭ്യന്തര മന്ത്രി ആശിഷ് ദൂത് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ഇപ്പോൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. CJP അതിനിടയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അദ്ദേഹം പ്രധാനമന്ത്രിയെ അധിക്ഷേപിക്കുന്നത് ഈ അഭിജിത്ത് ദീപ്ക അടക്കമുള്ളവർ തുടരുകയാണ്. മാത്രമല്ല ഈ കേസുകൾ പിൻവലിച്ചില്ല എങ്കിൽ ഇനിയും സമരത്തിനിറങ്ങും. സുപ്രീം കോടതി വിധി അവർക്ക് താല്പര്യമില്ല എന്നൊക്കെയാണ് ഇപ്പോൾ CJP പറയുന്നത്. എന്തായാലും ഈ കേന്ദ്ര സർക്കാർ കൂടുതൽ അല്ലെങ്കിൽ ദില്ലി പോലീസ് കൂടുതൽ നടപടിയുമായി രംഗത്ത് വരികയാണ്. ഈ നിയമം ലംഘിച്ച പ്രക്ഷോഭകർക്കെതിരെ മാത്രമല്ല, ഈ പ്രക്ഷോഭത്തെ ആളിക്കത്തിക്കാനുള്ള ഒരു വലിയ ഗൂഢാലോചന നടന്നിരുന്നതാണ്. രാജ്യം മുഴുവൻ കലാപം ആളിക്കത്തിക്കാനുള്ള ഒരു ഗൂഢാലോചന നടന്നിരുന്നു. അത് ഏതാണ്ട് വിജയത്തിൻ്റെ വക്കോളം എത്തിയിരുന്നു. അതുകൊണ്ടാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചില്ലെങ്കിൽ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ലഹളകൾ ഉണ്ടാകുമെന്നും ആ ലഹള രാജ്യാന്തര തലത്തിൽ രാജ്യത്തിൻ്റെ പേര് ഇല്ലാതാക്കുമെന്നും ഏതാണ്ട് ഉറപ്പായിരുന്നു. അതായത് ബംഗ്ലാദേശിലും അതുപോലെ തന്നെ നേപ്പാളിലും ശ്രീലങ്കയിലും ഒക്കെ ഉണ്ടായതുപോലെയുള്ള ഒരു അക്രമം ഇന്ത്യയിലും ഉണ്ടായി എന്ന് വരുത്തി തീർക്കാൻ, അത് ഭരണത്തിന് എതിരായിട്ടുള്ള അക്രമമാണ് എന്ന് വരുത്തി തീർക്കാനും ഐക്യരാഷ്ട്രസഭയെ അടക്കം ഇതിനകത്ത് ഇടപെടുവിക്കാനുമൊക്കെയുള്ള ഒരു വലിയ ഗൂഢാലോചന നടന്നിരുന്നു. ഈ ഗൂഢാലോചന തകർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ആയിരിക്കണം കേന്ദ്ര സർക്കാർ ഈ പറയുന്ന പ്രക്ഷോഭകാരികളുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കിയത്. ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിച്ചത് ഈ 3 ആവശ്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് അവരോട് ഒരു സന്ധിക്ക് തയ്യാറായത്. പക്ഷേ ദില്ലി പോലീസ് നിയമ നടപടികളുമായി തുടരുകയാണ്. ഇങ്ങനെ ഒരു കലാപം നടത്താൻ വേണ്ടി വലിയ രീതിയിലുള്ള ഡിജിറ്റൽ ക്യാമ്പയിനിങ് നടന്നിരുന്നു. നമുക്കറിയാം, നമുക്ക് കണ്ടുപരിചയമുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും ഇതുവരെ രാഷ്ട്രീയം പറയാത്ത ഇൻഫ്ലുവൻസർമാരടക്കം ഈ പാറ്റ സമരത്തെ പിന്തുണയ്ക്കുന്നത് നമ്മൾ കണ്ടു. അവരിൽ പലരും ജന്തർ മന്ദറിലെത്തി റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതെല്ലാം അവർക്ക് കൃത്യമായി പണം നൽകിയതുകൊണ്ടാണ് എന്ന വിവരങ്ങളും നേരത്തെ പുറത്തു വന്നിരുന്നതാണ്. അതായത് ഒരു വീഡിയോ ചെയ്യുന്നതിന്, ഈ സമരത്തെ അനുകൂലിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നതിന് 65,000 രൂപ വരെ പ്രതിഫലം, കൊളാബറേഷൻ ഫീസ് നൽകിയിരുന്നു എന്നാണ് പിന്നീട് പുറത്തു വന്ന വിവരങ്ങൾ. എന്തായാലും ഇവരെ അനുകൂലിച്ച് വീഡിയോ ചെയ്തതിനോ അവരുടെ രാഷ്ട്രീയത്തെ അനുകൂലിക്കുന്നതിനോ ഒന്നും യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ കലാപമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വ്യാജമായ വിവരങ്ങൾ പുറത്തുവിട്ടതിന്
ആ വിവരങ്ങളിലൂടെ രാജ്യമെമ്പാടും അക്രമമുണ്ടാക്കുന്നതിനും ആളുകളെ കൊല്ലുന്നതിനുമൊക്കെ വലിയ പദ്ധതി തയ്യാറാക്കിയ ധാരാളം ഡിജിറ്റൽ മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളുണ്ട്. ഇവർക്കെതിരെ കർശനമായ നടപടിക്ക് ഒരുങ്ങുകയാണ് ദില്ലി പോലീസ്. ഏതാണ്ട് 150ഓളം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ അവർ ശേഖരിച്ചിട്ടുണ്ട്. അവർക്കെതിരെ നിയമ നടപടി ഉണ്ടാകും. മാത്രമല്ല 3 കമ്പനികൾക്കെതിരെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ്, കണ്ടന്റ് പ്രൊമോഷൻ എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്ന 3 കമ്പനികൾക്കെതിരെ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ദില്ലി പോലീസ് നടപടിക്കൊരുങ്ങുന്നു എന്ന സൂചനയും പുറത്തു വരുന്നുണ്ട്. അക്രമം, പൊതുമുതൽ നശിപ്പിക്കൽ എന്നിവ നടത്തിയവരെ പുറത്തുവിടില്ല. അവർക്കെതിരെ കർശന നടപടിയുണ്ടാകും. മാത്രമല്ല രാജ്യത്ത് വലിയ കലാപം ഉണ്ടാക്കാനായി സോഷ്യൽ മീഡിയയെ ഉപയോഗിച്ചുകൊണ്ട് ഗൂഢാലോചന നടത്തിയ 180ഓളം അക്കൗണ്ടുകൾ, അതോടൊപ്പം തന്നെ 3 പ്രൊമോഷണൽ കമ്പനികൾ, ഇവർക്കെതിരെ നടപടി സ്വീകരിക്കും എന്നാണ് ഇപ്പോൾ ദില്ലി പോലീസ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ CJPയുടെ സമരം, അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ, ദുഷ്ടലാക്കോടുകൂടി പ്രവർത്തിച്ചവരെ കൃത്യമായി തന്നെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ ഇപ്പോൾ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ വീഡിയോ സന്ദേശത്തിലൂടെ ഇത്തരം ആൾക്കാർക്കെതിരെ, അതായത് തന്നെ തെറി വിളിച്ചുകൊണ്ട് രംഗത്ത് വന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിഷ്ഠൂരമായ പ്രവർത്തനങ്ങൾ നടത്തിയ യുവജനതയ്ക്ക് മാപ്പ് നൽകുന്നു എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരുന്നു. മാത്രമല്ല അത്തരം ആളുകളെ കേന്ദ്ര സർക്കാർ നോട്ടമിട്ടിട്ടുണ്ട് എന്നതിൻ്റെ സൂചന കൂടിയാണ്. ഇവർ ചെയ്തത് തെറ്റ് തന്നെയാണ്. കേന്ദ്ര സർക്കാർ ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു എന്നൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഇവർ ചെയ്തതൊന്നും അത്ര മഹത്വമുള്ള കാര്യമല്ല. ഇക്കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടില്ലാത്തതാണ്. തൻ്റെ സ്വർഗീയ മാതാവിനെ പോലും ഇവർ അധിക്ഷേപിച്ചു. മാത്രമല്ല രാജ്യത്തിനെതിരെ പല നീക്കങ്ങളും നടത്തി, രാജ്യവിരുദ്ധ ശക്തികളുമായി കൂട്ടുകൂടി, രാജ്യത്തിനെതിരെ പണം വിദേശത്തു നിന്നും ഒഴുക്കി, ഇങ്ങനെയൊക്കെയുള്ള പല ആരോപണങ്ങളും ഇവർ നേരിടുന്നുണ്ട്. ഇതെല്ലാം കൃത്യമായി തന്നെ അന്വേഷിക്കാനും കേസെടുത്ത് അന്വേഷിക്കാനും അതോടൊപ്പം തന്നെ രാജ്യത്തിനെതിരായി പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കാനും ഒക്കെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ശ്രമം. അതിൻ്റെ ഭാഗമായിട്ടാണ് 180ഓളം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 3 കമ്പനികളെക്കുറിച്ചുള്ള അന്വേഷണവും കേന്ദ്ര സർക്കാർ ആരംഭിച്ചിരിക്കുകയാണ്. അതേസമയം ദില്ലിയിലെ ജന്തർ മന്ദറിൽ നടന്ന സമരം, ആ സമരത്തെ പല രാഷ്ട്രീയ പാർട്ടികളും ഹൈജാക്ക് ചെയ്യാനുള്ള ശ്രമമുണ്ടായി. ഈ ഹൈജാക്കിംഗ് ഉൾപ്പെടെ തടയാനും ദില്ലിയിൽ നടന്ന അക്രമ സംഭവങ്ങൾ, അതിനെതിരെ കൃത്യമായ നിയമ നടപടി സ്വീകരിക്കാനുമൊക്കെ കൂടുതൽ ആവശ്യങ്ങൾ പൊതുസമൂഹത്തിൽ നിന്നും ഉയരുന്നുണ്ട്. ഈ കേസുകൾ പിൻവലിച്ചു കഴിഞ്ഞാൽ, ക്രിമിനലുകൾക്കെതിരെ കേസുകൾ പിൻവലിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ കോടതിയിൽ പോകും എന്ന മുന്നറിയിപ്പുമായി ചില സന്നദ്ധ സംഘടനകളും രംഗത്തുണ്ട്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ യുവജനതയെ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തിനെതിരെ നടത്തുന്ന നീക്കത്തിനെതിരെ അതിശക്തമായി തന്നെ നിലകൊള്ളുകയാണ്. അദ്ദേഹം എല്ലാ മന്ത്രിമാരോടും ഇൻസ്റ്റയിൽ ആക്റ്റീവാകാൻ ഉപദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹം അർദ്ധരാത്രിയോടുകൂടി നിരവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഈ 5 വീഡിയോകൾ അദ്ദേഹം യുവാക്കളെ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. ഈ 5 വീഡിയോകളും വലിയ രീതിയിൽ വൈറലായിരുന്നു. ദശലക്ഷക്കണക്കിന് ആളുകളാണ് ആ വീഡിയോകൾ കണ്ടത്. മാത്രമല്ല പ്രധാനമന്ത്രി യുവാക്കളെ കയ്യിലെടുക്കുന്നതും നമുക്ക് കാണാം. 12 മണിയോടെ എന്ന് പറഞ്ഞാൽ തീർച്ചയായും യുവാക്കൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സമയമാണ്. ആ സമയത്താണ് പ്രധാനമന്ത്രി അവരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത്. ആ സമയം തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ വീഡിയോയ്ക്ക് ദശലക്ഷക്കണക്കിന് ആളുകളാണ് പ്രേക്ഷകരായി എത്തുന്നത്. അദ്ദേഹം യുവാക്കളോട് സംസാരിക്കുന്നുണ്ട്, തങ്ങളുടെ സർക്കാരിൻ്റെ നയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, രാജ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, രാജ്യം നേടിയ പുരോഗതിയെക്കുറിച്ചും ഇനി നേടേണ്ട ലക്ഷ്യത്തെക്കുറിച്ചുമൊക്കെ വരും ദിവസങ്ങളിൽ അദ്ദേഹം സംസാരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ, ഒരു ഭാഗത്ത് അവരെ തിരുത്താനുള്ള ശ്രമം നടക്കുമ്പോൾ തന്നെ, രാജ്യത്തിൻ്റെ യുവജനതയിൽ ഭൂരിഭാഗത്തെയും ഒപ്പം നിർത്താനുള്ള ശ്രമം നടക്കുമ്പോൾ തന്നെ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചവരെ കൃത്യമായി കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കാനും കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുണ്ട് എന്നാണ് ഈ അന്വേഷണങ്ങളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്കെതിരായിട്ടുള്ള നടപടികളും സൂചിപ്പിക്കുന്നത്.